രാഷ്ട്രീയത്തിൽ പല വൻ ശക്തികളുടെ സിംഹാസനങ്ങൾ ഇളകി മറിയുമ്പോൾ മിഡിൽ ഈസ്റ്റിൽ രൂപപ്പെട്ടിരിക്കുന്ന കടുത്ത യുദ്ധത്തിന്റെ അന്തരീക്ഷത്തിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഒരു രാജ്യത്തിന്റെ നയതന്ത്ര നീക്കങ്ങളിലേക്കാണ്. അത് ഇന്ത്യയാണ്. പശ്ചിമേഷ്യൻ മണ്ണിൽ മിസൈലുകളും ഡ്രോണുകളും ആകാശത്തെ ചോപ്പിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ വിഷയത്തിൽ ഒരു പരസ്യമായ മധ്യസ്ഥതയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷം ചേർന്ന് നിൽക്കാനോ തയ്യാറാകാത്തത് എന്ന ചോദ്യം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വളരെ ശക്തമാണ്. നമ്മൾ പലപ്പോഴും അത് ആലോചിച്ചിട്ടുണ്ട്, അല്ലെ? ഒരു വിഭാഗം ആളുകൾ ഇതിനെ ഇന്ത്യയുടെ നയതന്ത്ര ദുർബലതയായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിൽ ഡൽഹി പുറത്തെടുത്തിരിക്കുന്നത് ആരെയും അമ്പരപ്പിക്കുന്ന ഒരു മാസ്റ്റർ പ്ലാൻ ആണ് എന്നതാണ് പറയാനുള്ള യാഥാർത്ഥ്യം. വൻ ശക്തികളെല്ലാം യുദ്ധക്കയത്തിൽ വീഴുമ്പോൾ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിച്ച് ഇന്ത്യ നടത്തുന്ന ഈ തന്ത്രപരമായ നീക്കങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ നമുക്ക് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യയിലെ നിലവിലെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്ന് ഇന്ത്യ ബോധപൂർവം വിട്ടുനിൽക്കുന്നത് ഭയം കൊണ്ടോ അല്ലെങ്കിൽ നയതന്ത്ര പരാജയം കൊണ്ടോ അല്ല, മറിച്ച് അതൊരു മികച്ച തന്ത്രപരമായ തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. മിഡിൽ ഈസ്റ്റിലെ കത്തുന്ന യുദ്ധങ്ങളിൽ മധ്യസ്ഥത വഹിക്കാൻ നടന്നത് ഒടുവിൽ വലിയ തിരിച്ചടികൾ നേരിട്ട അമേരിക്കയുടെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെയും അവസ്ഥ ഇന്ത്യക്ക് മുന്നിലുണ്ട്. മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര തർക്കങ്ങളിൽ ഇടപെട്ട് സ്വന്തം കൈ പൊള്ളിക്കേണ്ടതില്ല എന്ന കൃത്യമായ ബോധ്യവും ഇന്ത്യക്കുണ്ട്. പരസ്യമായ പ്രസ്താവനകളിലൂടെയോ ഏതെങ്കിലും ഒരു ചേരിയുടെ ഭാഗമാകുന്നതിലൂടെയോ ഇന്ത്യക്ക് മിഡിൽ ഈസ്റ്റിലുള്ള വലിയ താല്പര്യങ്ങൾക്ക് അത് കനത്ത തിരിച്ചടിയാകുമെന്ന് ഇന്ത്യ മനസ്സിലാക്കുന്നുണ്ട്. പരസ്യമായ പ്രസ്താവനകളിലൂടെയോ ഏതെങ്കിലും ഒരു ചേരിയുടെ ഭാഗമാകുന്നതിലൂടെയോ ഇന്ത്യക്ക് മിഡിൽ ഈസ്റ്റിലുള്ള വലിയ താല്പര്യങ്ങൾക്ക് അത് കനത്ത തിരിച്ചടിയാകുമോ എന്ന കാര്യമാണ് ഇന്ത്യ ഇവിടെ പരിശോധിച്ചത്. ഇന്ത്യയുടെ ഈ മാസ്റ്റർ പ്ലാൻ വിജയകരമാകാനുള്ള കാരണം പശ്ചിമേഷ്യയിലെ എല്ലാ വിരുദ്ധ ധ്രുവങ്ങളിലുമുള്ള രാജ്യങ്ങളുമായിട്ടും ഇന്ത്യ പുലർത്തുന്ന സന്തുലിതമായ ബന്ധമാണ്. അതായത് മികച്ച ബന്ധം എല്ലാ രാജ്യങ്ങളോടും ഇന്ത്യക്കുണ്ട്. ഒരു വശത്ത് ഇസ്രായേലുമായി ഇന്ത്യക്ക് ശക്തമായ പ്രതിരോധ സാങ്കേതിക ബന്ധങ്ങളുണ്ട്. എന്നാൽ മറുവശത്ത് അമേരിക്കയുടെ കടുത്ത ശത്രുവായ ഇറാനുമായും ഇന്ത്യക്ക് തന്ത്രപ്രധാന ചാബഹാർ തുറമുഖം ഉൾപ്പെടെയുള്ള വലിയ വ്യാപാര പങ്കാളിത്തവുമുണ്ട്. ഇതിനെല്ലാം പുറമെ സൗദി അറേബ്യ, UAE തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളുമായി ഇന്ത്യക്കുള്ളത് പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള സൗഹൃദമാണ്. ഈ രാജ്യങ്ങളെല്ലാം പരസ്പരം പോരടിക്കുമ്പോഴും ഇന്ത്യയുമായുള്ള ബന്ധം തകരാൻ അവരാരും ആഗ്രഹിക്കുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. ഈ ഒരു സവിശേഷ പദവി നിലനിർത്തണമെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തിൽ ഒരു പക്ഷം പിടിക്കാതിരിക്കുക എന്നത് മാത്രമാണ് ഇന്ത്യയുടെ മുന്നിലുള്ള ഏക പോംവഴി. അത് തന്നെയാണ് ഇന്ത്യ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ഏറ്റവും വലിയ മുൻഗണന എപ്പോഴും സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയും സാമ്പത്തിക താല്പര്യങ്ങളും തന്നെയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന 90 ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം. യുദ്ധമുണ്ടായാൽ ഈ ജനലക്ഷങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ എല്ലാ രാജ്യങ്ങളുമായും നല്ല ബന്ധവും ആവശ്യമാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയും ഇതിൽ അധിഷ്ഠിതമാണ്. ഇന്ത്യയിലേക്ക് ആവശ്യമുള്ള ക്രൂഡ് ഓയിലിന്റെയും LNGയുടെയും വലിയൊരു പങ്ക് വരുന്നത് ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നാണ്. ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചു വരുമ്പോൾ റഷ്യയിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നും ഒരേ സമയം എണ്ണ ഇറക്കുമതി ചെയ്ത് സ്വന്തം സമ്പദ് വ്യവസ്ഥയെ പണപ്പെരുപ്പത്തിൽ നിന്നും തകർച്ചയിൽ നിന്നും കാത്തു സൂക്ഷിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞത് ഈ നിഷ്പക്ഷ നയം കൊണ്ട് തന്നെയാണ്. അത് എത്രത്തോളം നടപ്പിലായി എന്നത് വലിയൊരു ചോദ്യമാണ്. അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കാതെ നിശബ്ദമായി ഇരിക്കുമ്പോഴും ആഗോള സാമ്പത്തിക ഭൂപടത്തിൽ ഇന്ത്യ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുകയായിരുന്നു. G20 ഉച്ചകോടിയിൽ പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി ഇന്ത്യയുടെ ദൂരക്കാഴ്ചയുടെ തെളിവ് തന്നെയാണ്. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടാൽ ഈ വലിയ വ്യാപാര പാത യാഥാർത്ഥ്യമാവുകയും അത് ഇന്ത്യയെ ലോകത്തിന്റെ സാമ്പത്തിക കേന്ദ്രമാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ പങ്കാളിയാവാതെ മേഖലയിൽ സമാധാനം തുടരാനുള്ള നയതന്ത്ര ചർച്ചകളാണ് ഇന്ത്യ തുടരുന്നത്. വിവേകപൂർണമായ ഈ തന്ത്രത്തിലൂടെ വൻ ശക്തികൾ പരസ്പരം തകരുമ്പോഴും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും അന്താരാഷ്ട്ര പ്രതിച്ഛായയും ഉയരുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിൽ ഇന്ത്യ കാഴ്ചക്കാരനായിരുന്നില്ല എന്നതാണ്, മറിച്ച് കൃത്യമായിട്ട് കളിച്ച ഒരു മികച്ച നയതന്ത്ര കളിക്കാരനാണ്. വൈകാരികമായ തീരുമാനങ്ങൾക്കോ യുദ്ധാവേശങ്ങൾക്കോ അടിമപ്പെടാതെ സ്വന്തം രാജ്യത്തിന്റെ വളർച്ചയ്ക്കും പ്രവാസികളുടെ സുരക്ഷയ്ക്കും ഊർജ ഭദ്രതയ്ക്കും മുൻഗണന നൽകുന്ന ഇന്ത്യയുടെ ഈ മാസ്റ്റർ പ്ലാൻ ആഗോള നയതന്ത്ര രംഗത്ത് ഇന്ത്യയുടെ പക്വതയാണ് വിളിച്ചോതിയത്. വരും നാളുകളിൽ ആഗോള അധികാര സമവാക്യങ്ങൾ മാറി മറിയുമ്പോഴും ഇന്ത്യ സുരക്ഷിതമായി മുന്നോട്ട് കുതിക്കുമെന്ന് ഈ തന്ത്രങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട്.